ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യായം യേശുവിൻ്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന സ്ഥലം ഞാൻ കണ്ടു. ബാക്കി ഒക്കെ അദ്ദേഹം എഴുതിയിരിക്കുമ്പോൾ ഈ 8 വർഷം സെമിനാരികളിൽ പഠിച്ചിറങ്ങിയ പുരോഹിതന്മാർ പറയുന്നതിനേക്കാൾ വളരെ ശ്രേഷ്ഠമായി പഠിച്ച് അവതരിപ്പിക്കുന്ന ആ ശൈലി അത് ഗംഭീരമാണ്. ഈ പുസ്തകത്തിൻ്റെ അവസാന പേജ് ഇതാണ്, കവർ പേജ്, അവസാന കവർ പേജ്. അവിടെ സിറിയക് തോമസ് സാറ് കുറിച്ചിരിക്കുകയാണ്, ആദം നീ എവിടെയാകുന്നു എന്നാണ് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സുവിശേഷ പ്രഭാഷണങ്ങളുടെ ഈ സമാഹാര ഗ്രന്ഥത്തിന് VD സതീശൻ പേര് നൽകിയിരിക്കുന്നത്. ആദമിനെ അന്വേഷിക്കുന്ന ദൈവത്തെ തിരിച്ചന്വേഷിക്കുന്നതാണ് സതീശൻ്റെ ബൈബിൾ പ്രഭാഷണങ്ങളുടെ രസവും രഹസ്യവും. എൻ്റെ വിശ്വാസ ജീവിതത്തിലെ നിത്യവിസ്മയ പ്രാർത്ഥനയായ 91-ാം സങ്കീർത്തനമാണ് പ്രതിപക്ഷ നേതാവിൻ്റെയും ഹൃദയത്തെ സ്പർശിച്ച പ്രാർത്ഥനയെന്ന തിരിച്ചറിവ് എനിക്ക് നൽകിയ ആഹ്ലാദവും ഞാൻ മറച്ചു വെക്കുന്നില്ല. ഡോക്ടർ സിറിയക് തോമസ്. 280 രൂപയുള്ള പുസ്തകം നാളെ മുതൽ DC-യുടെ എല്ലാ സ്റ്റോറുകളിലും നിങ്ങൾക്ക് ലഭ്യമാണ്. നിശ്ചയമായിട്ടും ഞാൻ പറയുമല്ലോ, ഞാൻ എല്ലാ പുസ്തകങ്ങളും പരിചയപ്പെടുത്തുന്ന വ്യക്തിയല്ല, പക്ഷേ വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്ക്, നിങ്ങൾക്ക് വായിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ബുക്കാണ് ആദം നീ എവിടെയാകുന്നു. VD സതീശൻ ജി, യു ഡൺ വെൽ, സൂപ്പർ, എക്സലന്റ്.